ഗുരുതി എന്ന വാക്കു കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ മൃഗങ്ങളെ ബലി നൽകുന്ന ഒരു ഭീകരമായ ചിത്രമാവും ഉണ്ടാവുക. പ്രാചീന കാലങ്ങളിലെ ആ ഭീകരമായ അല്ലെങ്കിൽ തീവ്രതയേറിയ ചടങ്ങിന്റെ പരിഷ്കരിച്ച രൂപമാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഗുരുതി അല്ലെങ്കിൽ ഗുരുസി. ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ ഒരു സുപ്രധാന അനുഷ്ഠാനമായ ഗുരുതി അനാര്യ ദേവതകളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു ചെയ്തു വന്നിരുന്നത്. ഗുരുതി പൂജയ്ക്കായി ക്ഷേത്രമുറ്റത്ത് വാഴപ്പിണ്ടിയും വാഴപ്പോളകളും കൊണ്ട് നിർമ്മിച്ച കളങ്ങളിൽ വിളക്കുകളും കുരുത്തോലകൾ കൊണ്ടുള്ള അലങ്കാരങ്ങളും പിന്നെ ധാരാളം പന്തങ്ങളും കൊണ്ട് നിറയും. പൂജ നടക്കുന്നിടത്തെ വലിയ പന്തമാണ് ഗുരുതിപ്പന്തം. അതിനെ തെങ്ങിൻ പൂക്കുലകളും മാലകളും കൊണ്ട് അലങ്കരിക്കുന്നു. ഇതിനു സമീപത്തായി ഗുരുതിക്ക് മുറിക്കേണ്ട നെയ്ക്കുമ്പളങ്ങി നിണം അല്ലെങ്കിൽ രക്തം എന്ന സങ്കല്പത്തിൽ അരിമാവിൽ മഞ്ഞളും ചുണ്ണാമ്പും കലക്കി അല്ലെങ്കിൽ മഞ്ഞളും ചുണ്ണാമ്പും മാത്രം കലക്കിയ മിശ്രിതം നിറച്ച ഉരുളികളും നിരത്തുന്നു. പൂജകൾക്ക് ശേഷം ദേവിയുടെ പ്രതിനിധാനമായി വെച്ചിരിക്കുന്ന പന്തം അല്ലെങ്കിൽ വാളിന്റെ ചുവട്ടിലായി ഉരുളികളിൽ നിറച്ചിരുന്ന നിണം കോരി സമർപ്പിക്കുന്നു. ഇതിനോടൊപ്പം നെയ്ക്കുമ്പളങ്ങ മുറിക്കുകയും ചെയ്യുന്നു. മൃഗത്തെ ബലി കൊടുക്കുന്നതിന് തുല്യമായിട്ടാണ് ഈ ചടങ്ങുകളെ കാണുന്നത്. അട അല്ലെങ്കിൽ കടല വേവിച്ചത് പോലുള്ള പലഹാരങ്ങൾ മാംസ സമർപ്പണത്തിന് തുല്യമായും സമർപ്പിക്കാറുണ്ട്. അതീവ ഗൗരവത്തോടു കൂടി തർപ്പണം നടത്തുന്നതെന്തോ അതിനെ ഗുരുതി എന്ന് വിളിക്കാം. ഏഴംകുളം ദേവീക്ഷേത്രത്തിലെ വൃശ്ചികമാസ ചിറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് ചിറപ്പിന്റെ അവസാന ദിവസം നടന്ന ചടങ്ങായിരുന്നു ഗുരുതി. അതിന്റെ അവകാശം പുരാതന കാലം മുതൽ തന്നെ ക്ഷേത്രത്തിന്റെ മൂലകുടുംബമായ അമ്പലത്തിലാൽ പണിക്കർ തറവാടിലെ പണിക്കർക്കാണ്.